ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. റോഡ് സുരക്ഷാ വാരം. കാൽനടയായോ വണ്ടിയിലോ സൈക്കിളിലോ മോട്ടോർ വാഹനത്തിലോ യാത്ര ചെയ്യാൻ പര്യാപ്തമായ രീതിയിൽ കല്ല്, മണ്ണ്, മണൽ എന്നിവയാൽ മെച്ചപ്പെടുത്തിയ ഉപരിതലം കൊണ്ട് സ്ഥലങ്ങൾ ബന്ധിപ്പിക്കുന്നവയാണ് പാത അഥവാ റോഡ്. BC 4000 മുൻപ് സിന്ധു നദീതട സംസ്കാരത്തിലെ മനുഷ്യവാസ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന പാതകളുണ്ടായിരുന്നതായി തെളിവുണ്ട്. നാട്ടിൻപുറങ്ങളിൽ പണ്ട് നാം കണ്ടിരുന്ന മൺപാതകൾക്ക് കാലക്രമേണ വന്ന രൂപഭാവ മാറ്റങ്ങളാണ് ഇന്നത്തെ റോഡുകൾ. കാൽനടയാത്രക്കാർ മാത്രം ഉപയോഗിക്കുന്ന തെരുവീഥികൾ ചെറിയ വഴികളായിരുന്നു. തെരുവീഥികളിൽ നിന്ന് റോഡിലേക്കുള്ള മാറ്റം ചെറുതല്ല. ഗതാഗത ഉദ്ദേശത്തോടു കൂടിയാണ് റോഡുകളുടെ വരവ്. വീതിയേറിയ ചെമ്മൺ പാതകളിൽ നിന്ന് ടാറിട്ട പാതകൾ ആദ്യകാലങ്ങളിൽ ഒരു കൗതുക കാഴ്ചയായിരുന്നിരിക്കാം. കറുത്ത റിബൺ പോലെ നീണ്ടുകിടക്കുന്ന ഹൈവേ റോഡുകൾ ഇന്നും കൗതുകമല്ലേ? നാടുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു, ചരക്ക് ഗതാഗതം സുഗമമാക്കുന്നു. അങ്ങനെ റോഡുകളുടെ സേവനം മഹത്തരം. എന്നാൽ വളരെയധികം സൗകര്യങ്ങൾക്കായും വികസനത്തിനായും നമ്മൾ നിർമ്മിച്ച റോഡുകളിൽ അനേകം മനുഷ്യജീവിതമാണ് പൊലിയുന്നത്. ഓരോ വർഷവും രാജ്യത്തെമ്പാടും, കേരളത്തിൽ പ്രത്യേകിച്ചും, അപകടമരണങ്ങളുടെ കണക്ക് കൂടുന്നതേയുള്ളൂ. 2023 നവംബർ വരെയുള്ള കണക്കുകൾ 43,974 അപകടങ്ങളും 3,622 മരണവുമാണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് കൂടുതലാണിത്. മണിക്കൂറിൽ 5 റോഡ് അപകടങ്ങളും 12 ജീവനെങ്കിലും നഷ്ടപ്പെടുന്നതുമായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വാഹനങ്ങളുടെ വർധനവ്, മത്സരയോട്ടം, ലഹരി ഉപയോഗം, സുരക്ഷിതമല്ലാത്ത വണ്ടിയോടിക്കൽ എന്നിങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഈ അപകടങ്ങൾക്ക് പിന്നിലുണ്ട്. വർദ്ധിച്ചുവരുന്ന റോഡ് അപകടങ്ങളുടെ പ്രധാന കാരണമായി വിദഗ്ധർ പറയുന്നത്: 1. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള അശാസ്ത്രീയമായ പരിശീലനം, 2. അശ്രദ്ധമായ വണ്ടിയോടിക്കൽ, 3. നിലവാരമില്ലാത്ത റോഡ് എന്നിവയാണ്. ഈ പ്രശ്നപരിഹാരത്തിന് പൊതുജനങ്ങളുടെയും ഗവൺമെന്റിന്റെയും ഉദ്യോഗസ്ഥരുടെയും തുല്യ പങ്കാളിത്തമാണ് വേണ്ടത്. എല്ലാ അപകടങ്ങളുടെയും പിന്നിൽ വേഗത ഒരു പ്രധാന കാരണമാണ്. എങ്ങനെ അപകടങ്ങൾ കുറയ്ക്കാമെന്നതിനെക്കുറിച്ച് സിറ്റി ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണർ P. നിയാസ് വാർത്താ തരംഗിണിയോട്. എല്ലാ അപകടങ്ങൾക്ക് പിന്നിലും സ്പീഡ് ഒരു കാരണമാണ്. അതിനോടൊപ്പം തന്നെ ഡ്രൈവറുടെയും റോഡിലെ മറ്റ് ഉപയോക്താക്കളുടെയും, ചിലപ്പോൾ കാൽനട യാത്രക്കാരാവാം, ചിലപ്പോൾ മറ്റ് വാഹനങ്ങൾ ഓടിക്കുന്നവരാവാം, സൈക്കിൾ യാത്രക്കാരാവാം, ചിലപ്പോൾ റോഡിലെ എഞ്ചിനീയറിംഗ് ഡിഫക്ട്സ് ആവാം. ഇതെല്ലാം തന്നെ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. എന്നിരുന്നാലും പ്രധാന വില്ലൻ എപ്പോഴും അമിത വേഗതയോ അല്ലെങ്കിൽ മദ്യപിച്ചോ ഏതെങ്കിലും ഡ്രഗ്സിന്റെ ഉപയോഗം മൂലമുള്ള ഇൻടോക്സിക്കേഷൻ കൊണ്ടോ ആണ്. അമിത വേഗതയിൽ വണ്ടി ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് അപകടം ഒഴിവാക്കാനുള്ള ആ ഒരു റിയാക്ഷൻ ടൈം അമിത വേഗത മൂലം പലപ്പോഴും ഡ്രൈവർക്ക് കിട്ടാതെ പോകുന്നു. കൂടാതെ അമിത വേഗത മൂലം അപകടങ്ങളുടെ തീവ്രത കൂടി ജീവഹാനി വരെ സംഭവിക്കുന്നതിനും ഇടയാക്കുന്നുണ്ട്. മദ്യപിച്ചോ വേറെ ഏതെങ്കിലുമുള്ള ഇൻടോക്സിക്കേഷൻ കൊണ്ടോ ആണെങ്കിൽ ഡ്രൈവർക്ക് ജഡ്ജ് ചെയ്യാനുള്ള അപകടങ്ങളെക്കുറിച്ചും വേഗത്തെക്കുറിച്ചും മറ്റു വാഹനങ്ങളുടെ മൂവ്മെന്റും അതിനെക്കുറിച്ചുള്ള ആ ഒരു ജഡ്ജ്മെന്റ് കപ്പാസിറ്റി കുറയുന്നതിനോടൊപ്പം ഡ്രൈവിംഗിലുള്ള കഴിവ് ഉപയോഗിക്കാൻ കഴിയാതെ പോവുകയും ചെയ്യുന്നു. ചില സ്ഥലങ്ങളിലെ വളവുകളും തിരിവുകളും റോഡിലെ കുഴികളും അല്ലെങ്കിൽ റോഡിലെ മറ്റേതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിഫക്റ്റുകളും നമുക്ക് മറികടക്കാവുന്നതാണ്. അതിന് അല്ലെങ്കിൽ ഡ്രൈവറുടെ ആ ഒരു ഡ്രൈവിംഗ് പാഠമോ ക്ഷീണം കൊണ്ടോ അല്ലെങ്കിൽ കൂടുതൽ നേരം വണ്ടി ഓടിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ആ ക്ഷീണം കൊണ്ട് ഡ്രൈവർക്ക് പലപ്പോഴും ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞു വരില്ല. രാത്രിയിൽ പ്രത്യേകിച്ചും 12 മണിക്ക് ശേഷം രാവിലെ 4 മണി വരെയുള്ള സമയത്ത് പരമാവധി വാഹനം ഓടിക്കുന്നത് ഒഴിവാക്കുക. ഈ സമയങ്ങളിൽ ഡ്രൈവർ അറിയാതെ തന്നെ ഉറങ്ങിപ്പോയി അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാറിലാവട്ടെ മോട്ടോർ സൈക്കിളാവട്ടെ 18 വയസ്സ് തികയുന്നതിന് മുമ്പ് ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുന്ന ചില മാതാപിതാക്കളുണ്ട്. ചിലപ്പോൾ അലങ്കാരത്തിനോ ചിലപ്പോൾ ഒരു അഹങ്കാരം കൊണ്ടോ ആയിരിക്കാം. പക്ഷേ കുട്ടികൾ നമ്മളില്ലാത്തപ്പോൾ, നമ്മുടെ ഒരു നിയന്ത്രണമില്ലാത്തപ്പോൾ, മേൽനോട്ടമില്ലാത്തപ്പോഴും കുട്ടികൾ നമ്മൾ അറിയാതെ കാറോ ബൈക്കോ എടുത്ത് റോഡിൽ ഇറങ്ങാനും അപകടം പറ്റാനും കാരണമുണ്ട്.
അതുകൊണ്ട് തന്നെ ലേണേഴ്സ് ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ് കുട്ടികളെ മോട്ടോർ സൈക്കിളിലായിരുന്നാലും കാറിലായിരുന്നാലും ഡ്രൈവിംഗിന്റെ ബാലപാഠങ്ങൾ അവർക്കത് ഓടിക്കാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഓടിക്കാനുള്ള താല്പര്യം വളർത്തിയെടുക്കാതെ നോക്കേണ്ടതുണ്ട്. അപകടങ്ങൾ സംഭവിക്കുന്നത് കൂടുതലും കാൽനട യാത്രക്കാർക്കോ ബൈക്ക് യാത്രക്കാർക്കോ ആണ്. ഇതിന്റെ കാരണങ്ങളും പരിഹാരവും വ്യക്തമാക്കുകയാണ് നിയാസ്. തുടരുന്നു. കാൽനട യാത്രക്കാരും ടൂ വീലറിലും ബൈസിക്കിളിലും സഞ്ചരിക്കുന്നവരാണ് എപ്പോഴും അപകടങ്ങളിൽപ്പെട്ട് കൂടുതൽ മരണപ്പെടാനിടയാകുന്നത്. അതുകൊണ്ട് തന്നെ കാൽനട യാത്രക്കാർ രാത്രികാലങ്ങളിലും പുലർച്ചാവേളകളിലും ഡ്രൈവേഴ്സ് ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള വെളുത്ത നിറത്തിലുള്ളതോ റിഫ്ലക്റ്റീവ് ആയതോ ഉള്ള ഡ്രസ് ധരിക്കേണ്ടതും മാക്സിമം റോഡിൽ കൂടിയുള്ള നടത്തം ഒഴിവാക്കേണ്ടതുമാണ്. മോട്ടോർ സൈക്കിൾ യാത്ര ചെയ്യുമ്പോൾ പിന്നിലിരിക്കുന്ന ആളും ഹെൽമറ്റ് ധരിച്ച് ശരിയാവണ്ണമുള്ള ക്വാളിറ്റി ഹെൽമറ്റ് ധരിച്ച് ചിൻസാപ്പിട്ട് പോകാനായി ശ്രമിക്കേണ്ടതാണ്. ബൈസിക്കിൾ ഓടിക്കുന്ന കൊച്ചുകുട്ടികളെ ഒരാൾക്ക് മാത്രമാണ് സൈക്കിളിൽ സഞ്ചരിക്കുവാനുള്ള രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഒന്നിലധികം കുട്ടികൾ ഒരു സൈക്കിളിൽ യാത്ര ചെയ്യുന്നതും കൂട്ടം കൂടി മത്സരിച്ച് സൈക്കിൾ ഓടിക്കുന്നതും വെട്ടമില്ലാത്തപ്പോഴും തിരക്കുള്ള റോഡിലും ബൈസിക്കിൾ ഓടിക്കുന്നത് ഒഴിവാക്കുക. പലപ്പോഴും വിനോദങ്ങൾ റോഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് റോഡ് ഉപയോക്താക്കൾക്കും അതുപോലെ തന്നെ അപ്രകാരമുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുന്നവർക്കും അപകടങ്ങൾക്ക് കാരണമാവാറുണ്ട്. ഒരു കാരണവശാലും റോഡിലേക്ക് നിങ്ങളുടെ കളി, ഫുട്ബോൾ കളിയായിരുന്നാലും ക്രിക്കറ്റ് കളിയായിരുന്നാലും എക്സ്റ്റെൻഡ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. സിഗ്നൽ ലൈറ്റുകൾ മനസ്സിലാക്കി, ട്രാഫിക് അടയാളങ്ങൾ മനസ്സിലാക്കി, ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് പരമാവധി ഒരു റോഡിൽ അനുവദിച്ചിട്ടുള്ള സ്പീഡിനകത്തു നിന്ന് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി റോഡ് ഷെയർ ചെയ്ത് ഡിഫൻസീവ് ഡ്രൈവിംഗ് മെക്കാനിസം അല്ലെങ്കിൽ ആരെങ്കിലും വണ്ടിയുടെ മുന്നിലേക്ക് ചാടുകയോ ഒരു ഇന്റർ ജംഗ്ഷനിൽ നമ്മളെ വാഹനങ്ങളിൽ മുന്നിലേക്ക് വരികയോ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വാഹനങ്ങൾ വരുമ്പോൾ അത് ഒഴിവാക്കി അപകടങ്ങൾ ഒഴിവാക്കി പോകാനുള്ള ഒരു ഡിഫൻസീവ് ഡ്രൈവിംഗ് സ്ട്രാറ്റജി രൂപപ്പെടുത്തിയെടുക്കുക. പലപ്പോഴും റോഡിൽ വാഹനങ്ങൾ തമ്മിൽ മത്സരങ്ങളിൽ ഏർപ്പെട്ട് ഒരു വാഹനത്തിനെ മറികടക്കാനായി മറ്റൊരു വാഹനം അനുവദിക്കാതെ ഒരു മത്സരബുദ്ധിയാ വണ്ടി ഓടിക്കുമ്പോൾ പലപ്പോഴും റോഡപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. റോഡിൽ മത്സരവും അഹങ്കാരവും അലങ്കാരവും ഒഴിവാക്കുക. ജനുവരി 11 മുതൽ 17 വരെയാണ് റോഡ് സുരക്ഷാ വാരം ആചരിക്കുന്നത്. റോഡ് അപകടങ്ങൾ തടയുന്നതിനുള്ള റോഡ് സുരക്ഷാ നടപടികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഈ സമയം ഉപയോഗപ്പെടുത്തുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 1,50,000-ത്തിലധികം ആളുകൾ ഓരോ വർഷവും റോഡ് അപകടങ്ങളിൽ മരിക്കുന്നു. റോഡ് സുരക്ഷാ നടപടികൾ നടപ്പിലാക്കിയാൽ റോഡ് അപകടങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാനാവും. റോഡ് സുരക്ഷാ സമ്പ്രദായങ്ങൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ലക്ഷ്യമിട്ടുള്ള വ്യത്യസ്ത പ്രവർത്തനങ്ങളും പ്രചരണ പരിപാടികളുമായാണ് റോഡ് സുരക്ഷാ വാരം ആചരിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര യുവജന കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ 2000 മൈ ഭാരത് വളണ്ടിയർമാർക്ക് റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിശീലനം നൽകുന്നു. മോട്ടോർ വാഹന വകുപ്പ്, ട്രാഫിക് പോലീസ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടികൾ ഏകോപിപ്പിച്ചിരിക്കുന്നത്. പരിപാടിയെക്കുറിച്ചും റോഡ് സുരക്ഷയെക്കുറിച്ചും നെഹ്റു യുവകേന്ദ്ര കേരള ഘടകം സ്റ്റേറ്റ് ഡയറക്ടർ അനിൽകുമാർ വാർത്താ തരംഗിണിയോട്. ഓരോ ജില്ലയിലും ഓരോ ദിവസവും 25 വളണ്ടിയർമാർ വീതം 11 മുതൽ 17 വരെയുള്ള ദിവസങ്ങളിൽ 5 ദിവസങ്ങളിലായിട്ട് അവരുടെ സേവനം റോഡ് സുരക്ഷയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. ഇതിനു പുറമെ കൊച്ചി നഗരത്തിൽ മാത്രം ഒരു ദിവസം 100 വളണ്ടിയർമാരും അങ്ങനെ 5 ദിവസം 500 വളണ്ടിയർമാരുടെ സേവനമാണ് റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഈ സമയത്ത് ചെയ്യുന്നത്. ആളുകളെ ബോധവൽക്കരിച്ച് മാത്രമേ നമുക്ക് റോഡിലെ അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയൂ എന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാർ, യുവതീ-യുവാക്കൾ റോഡിലെ യാത്ര ചെയ്യുന്ന ആളുകളെ ഈ സമയത്ത് പ്രത്യേകിച്ച് ട്രാഫിക് പോയിന്റിലും അതുപോലുള്ള മറ്റ് സ്ഥലങ്ങളിലൊക്കെ അവരെ ഇത്തരം കാര്യങ്ങൾ, പ്രത്യേകിച്ച് വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടതിൻ്റെയും ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഹെൽമറ്റ് ധരിക്കേണ്ടതിൻ്റെയൊക്കെ ആവശ്യകത പ്രത്യേകം പറഞ്ഞു മനസ്സിലാക്കുന്നു. അശ്രദ്ധമായ ഡ്രൈവിംഗ് ഉണ്ടാക്കുന്ന അപകടങ്ങളൊക്കെ കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ അത് തീർച്ചയായിട്ടും ആളുകളെ ബോധവൽക്കരിക്കുന്നതിൽ കൂടി ഒരു വലിയ മടങ്ങ് കുറയ്ക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓരോ ദിവസവും നമ്മളെ റോഡിൽ പൊലിഞ്ഞു പോകുന്ന ജീവൻ എത്രയാണെന്ന് ഒരുപക്ഷെ കണക്കുകൾ നോക്കിയാൽ അതൊരു വലിയ ഇതാണ്. അതിൽ നിന്ന് കുറച്ച് എങ്കിലും കുറയാൻ പറ്റുകയെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ ദൗത്യമാണ്. ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ മൈ ഭാരത്
മേര യുവ ഭാരത് വളണ്ടിയർമാരാണ് ഈ കാര്യത്തിൽ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നെഹ്റു യുവകേന്ദ്ര, നാഷണൽ സർവീസ് സ്കീം, NCC, ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, യുവജനക്ഷേമ ബോർഡ് തുടങ്ങിയ വളണ്ടിയർമാരാണ് മൈ ഭാരത് വളണ്ടിയർമാരായി ഈ സേവന പ്രവർത്തനങ്ങളിൽ സംസ്ഥാനമൊട്ടുക്ക് പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും സ്വയം ബോധവൽക്കരിക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തെ ബോധവൽക്കരിക്കുമ്പോഴുണ്ടാകുന്ന അവർക്ക് ആ ഒരു തരത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ വളരെയധികം ശ്ലാഘിക്കപ്പെടേണ്ടതാണ്. ഈ ഒരാഴ്ചക്കാലം അവരുടെ സേവനം നമ്മുടെ സംസ്ഥാനത്തെ റോഡുകളിൽ ലഭ്യമാക്കും. കുറച്ചുകൂടി നിയമങ്ങൾ കർശനമാക്കാനാണ് ഗതാഗത മന്ത്രിയുടെ തീരുമാനം. ഡ്രൈവിംഗ് ലൈസൻസുകളുടെ എണ്ണം കുറയ്ക്കാനും ടെസ്റ്റുകൾ കർശനമാക്കാനും ഉടൻ തീരുമാനമാകും. യാത്ര ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ഓരോ യാത്രയും ജീവിക്കാനുള്ള ഊർജം വീണ്ടെടുക്കലാണ്. അതുകൊണ്ട് തന്നെ യാത്ര ഇഷ്ടപ്പെടുന്നവർ റോഡുകളുടെ അവസ്ഥ നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. ട്രാവൽ ബ്ലോഗർ സൂര്യ ശങ്കർ വാർത്താ തരംഗിണിയോട്. നമ്മൾ യാത്ര ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ട്രാവൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ കേരളത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ സ്ട്രെസ്സാണ് ഉണ്ടാവാറുള്ളത്. കാരണം നമ്മുടെ റോഡിൽ എപ്പോഴും റഷ് ഉണ്ടാവും. മാത്രമല്ല പലയിടത്തും റോഡിൽ വീതി ഇല്ല എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ വീതി കൂട്ടുന്ന പണികളൊക്കെ ഇപ്പം നടക്കുന്നുണ്ടെങ്കിലും കുറച്ചുകൂടി ഫ്യൂച്ചർ കണ്ടിട്ട് അതിനനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് അപകടങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും. പിന്നെ ജംഗ്ഷനിലുള്ളൊരു സംഭവമാണ്, നമുക്ക് പലയിടത്തും മിക്കവാറും ട്രാഫിക് ലൈറ്റുകൾ വർക്ക് ചെയ്യാറുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നമായിട്ടുള്ളതാണ്. അപ്പോൾ ആ വർക്ക് ചെയ്യാതിരിക്കുന്ന ട്രാഫിക് ലൈറ്റുകൾ ശരിയാക്കുക. മാത്രമല്ല പകരം ഫ്ലൈ ഓവറുകൾ കൂടി ഉണ്ടെങ്കിൽ യാത്ര എല്ലാവർക്കും, എല്ലാ ഡ്രൈവേഴ്സിനും കുറച്ചുകൂടി സുഗമമാക്കാൻ പറ്റും. കേരളത്തിൽ പലയിടത്തും നമുക്ക് വേറെ എവിടെയിട്ടെങ്കിലും പോകണമെങ്കിൽ കേരളത്തിലെ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ടൗണിൽ കയറാണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. ശരിക്കും നമുക്ക് ടൗണിൽ പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. എന്നിട്ടും പക്ഷെ നമുക്ക് ടൗണിൽ കൂടെ അല്ലാതെ വഴി ഉണ്ടാവില്ല. അപ്പോൾ അതിന് പകരം ബൈപ്പാസൊക്കെ ഉണ്ടെങ്കിൽ അതും ഒരു നല്ല കാര്യമാണ്. റോഡിലൊക്കെ ഈ പൈപ്പിൻ്റെ പണി അല്ലെങ്കിൽ ഓട പണി അതിനൊക്കെ വേണ്ടിയിട്ട് റോഡ് പൊളിച്ചിടും. പക്ഷെ പിന്നീട് അത് പണിയുന്നത് ചിലപ്പം വർഷങ്ങൾ ശേഷമായിരിക്കും. അപ്പോൾ അങ്ങനെ ആക്കാണ്ട് ഇത് പൊളിച്ച് ഇതിൻ്റെ പണി കഴിയുമ്പോൾ തന്നെ റോഡ് പഴയതുപോലെ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ നോക്കുക. അല്ലെങ്കിൽ പൊടി ശല്യമോ അല്ലെങ്കിൽ പിന്നെ വെള്ളക്കെട്ടോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതും നമ്മുടെ സേഫ്റ്റീനെ ബാധിക്കുന്ന കാര്യമാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ കാൽനട യാത്രക്കാർക്ക് പ്രത്യേകമായിട്ടൊരു പാത വയ്ക്കുക. അങ്ങനെ പലയിടത്തും പാത ഉണ്ടെങ്കിൽ കൂടിയും പലർക്കും അത് എങ്ങനെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതിനായിട്ടൊരു ബോധവൽക്കരണം നൽകുക. അതും അപകടങ്ങൾ കുറയ്ക്കുന്നതിന് ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നവർ എപ്പോഴും നമ്മൾക്ക് ആ നിയമം നമ്മൾ പാലിച്ച് ഡ്രൈവ് ചെയ്യുക. മറ്റുള്ള ഡ്രൈവർമാരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. എന്തെങ്കിലും അപകടം കണ്ടാൽ ചെന്ന് നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിൽ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ റോഡിൻ്റെ അവസ്ഥ വെച്ചിട്ടാണ് ഈ ഒരു അഭിപ്രായം പറഞ്ഞത്. എന്നാലും കേരളത്തിന് പുറത്തും റോഡൊക്കെ പലയിടത്തും മികച്ചതാണെങ്കിലും നമ്മുടെ ഇവിടുത്തെ പോലെ ടേക്ക് എ ബ്രേക്ക് പോലുള്ള കേന്ദ്രങ്ങളൊന്നുമില്ല. നമ്മുടെ നാട്ടിലും ടേക്ക് എ ബ്രേക്ക് ഇപ്പോൾ ചിലതൊക്കെ അത്ര നല്ല രീതിയിലല്ല പോകുന്നതെങ്കിലും ഇത്തരം സൗകര്യങ്ങൾ കേരളത്തിന് പുറത്ത് പലയിടത്തും ഇല്ല. യാത്രക്കിടയിൽ റെസ്റ്റ് എടുക്കുക എന്നുള്ളതും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എല്ലാ തരത്തിലും റെസ്റ്റ് നമുക്ക് ആവശ്യമാണ്. അതിന് ഇത്തരം കേന്ദ്രങ്ങൾ സഹായിക്കുന്നത് കൂടിയാണ്. നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിൽ കൃത്യമായിട്ട് വാഹനം ഓടിക്കുക എന്നുള്ളതും ഒരു വലിയ കാര്യമാണ്. റോഡിലായിരിക്കുമ്പോൾ എപ്പോഴും താങ്കൾ ആദ്യം എന്ന് മനസ്സിൽ പറയുക. സമയം പ്രധാനമാണ്, പക്ഷേ അതിനേക്കാൾ പ്രധാനമാണ് ജീവൻ. നമ്മുടെ സുരക്ഷയ്ക്ക് സീറ്റ് ബെൽറ്റ് ധരിച്ചും വേഗത കുറച്ചും വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെയും ലഹരി ഉപയോഗിക്കാതെയും റോഡ് നിയമങ്ങൾ അനുസരിക്കും. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലത VS. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.